ഹായ്. നമ്മുടെ ജീവൻ മൂവി റിലീസാവാൻ പോകുന്നല്ലേ. അപ്പം ജീവനിൽ നായിക കഥാപാത്രമാണ് ജീവൻ. ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടെന്നുള്ളത് ആ സിനിമ ഞങ്ങൾ പ്രിവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് വളരെ ടച്ച് ചെയ്യുന്ന കുറേ രംഗങ്ങൾ അധികം കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാവുമെന്നറിയാം. എന്താണ് ജീവൻ്റെ പുതിയ വിശേഷങ്ങൾ? ഇപ്പോൾ ജീവൻ ഡിസംബർ 13 റിലീസാവുകയാണ്. അപ്പോൾ അതാണ് മെയിൻ ഹാപ്പിനെസ്. ബിക്കോസ് ഈ ഒരു സ്ക്രിപ്റ്റ് കാണുമ്പോൾ അറിയാം, ട്രെയിലറൊക്കെ കാണുമ്പോൾ അറിയാം, ഒരു അത്യാവശ്യം ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ ലൈഫിലാണെങ്കിലും ഒരുപാട് ആൾക്കാരെ നമുക്ക് പേഴ്സണലി അറിയാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അറിയാം. അപ്പോൾ ആ ആളുടെ ജീവിതത്തിൽ പോകുന്ന ഒരു സ്റ്റോറി ലൈനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നായകനാണെങ്കിലും ഇപ്പോൾ സിനു സിദ്ധാർത്ഥ എന്ന് പറയുന്ന DOP ആണ്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ വശം നന്നായിട്ട് അറിയുന്ന ഒരാൾ അഭിനയിക്കുമ്പോൾ കുറേ അധികം എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കിയും കണ്ടും ആൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഷൂട്ട് സമയത്ത്? പുള്ളിയുടെ ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി. ബിക്കോസ് ഞാൻ ഇതുവരെ ആക്ട് ചെയ്ത സമയത്ത് ഒരിക്കലും ഒരു ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിക്കുക, ലൈറ്റ് നോക്കി അഭിനയിക്കുക, അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. ജസ്റ്റ് ഡയറക്ടർ പറയുന്നത് നമ്മൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി നമ്മൾ അഭിനയിക്കുക എന്നുള്ളതാണ്. പക്ഷേ സിനിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഹി വിൽ ലിറ്ററലി ടെൽ, എടാ നീ കട്ടായി, ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിട്ട് കാര്യമില്ല. ആൻഡ് ഹി വിൽ ഓൾവേസ് ടോക്ക് ടെക്നിക്കൽ അബൌട്ട് ഹൗ ടു പൊസിഷൻ യുവർ സെൽഫ്. അപ്പോൾ അത് എനിക്ക് ആദ്യം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ കുഡ് ലേൺ എ ലോട്ട് അബൌട്ട് ലൈക്ക് ക്യാമറയ്ക്ക് വേണ്ടി ആൻഡ് ലൈറ്റിംഗ് ഒക്കെ നോക്കി അഭിനയിക്കുന്ന കാര്യം. അത് സിനു ചേട്ടൻ്റെ ബ്രില്യൻസ് ആണ്. ബിക്കോസ് ഈസ് സച്ച് എ ഗുഡ് DOP. അപ്പോൾ അത് ചേട്ടൻ ആക്ടിങ്ങിലേക്ക് വരുമ്പോഴും ചേട്ടൻ്റെ എല്ലാ സീൻസിലും അത് എപ്പോഴും എവിടെയില്ല. പിന്നെ ഞങ്ങൾ കളിയാക്കി പറയും, അപ്പോൾ ചേട്ടൻ്റെ ഫേവർ ചെയ്താൽ ചെയ്യുക, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ലൈറ്റ് ഫേവർ ചെയ്തിട്ടാണ് ചെയ്യുക, അങ്ങനെയൊക്കെ. ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്, ലൈക്ക് ലോട്ട് ടു ലേൺ ആസ് എ DOP ഫ്രം ഹിം. ഓക്കെ. ആള് ശരിക്കും അഭിനയിക്കാനായിട്ട് നല്ല കംഫർട്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സിങ്ക് നിങ്ങൾ ആ സിനിമയിൽ കണ്ടിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ചേട്ടനായിട്ട് ആക്ട് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ എളുപ്പമായിരുന്നു. പിന്നെ ചേട്ടൻ ഭയങ്കര ഒരു ഹമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം അങ്ങനെ വലിയ ഡിഫിക്കൽട്ടൊന്നും അല്ല ചേട്ടൻ. പക്ഷെ എപ്പോഴും ഇങ്ങനെ എനിക്ക് പേടിയാന്നൊക്കെ പറയും, ടെൻഷനാണ്, നിങ്ങളിപ്പോൾ സംസാരിക്കുമ്പോൾ കാണാം. ബട്ട് അങ്ങനെയൊന്നുമല്ല. ഹീ ഈസ് ആക്ച്വലി റിയലി ഗുഡ് ബ്രില്യൻ ആക്ടർ. ഹീ എക്സാക്ട്ലി നോ വാട്ട് ടു ഡു. അപ്പോൾ അത് നന്നായിട്ട് കാണാൻ പറ്റും. ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചേട്ടൻ്റെ അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഡൂയിങ് 32 movies I think. അപ്പോൾ അതിൻ്റെ യു ക്യാൻ സീ ഇറ്റ് ഇൻ എവറി ഫ്രെയിം വിത്ത് ഹിം. ഇത്രയധികം മൂവിയിൽ മൂവി ചെയ്തെങ്കിലും ഇപ്പം സ്ക്രീനിന്റെ മുന്നിലേക്ക്, ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമ്പം അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ആ ടെൻഷൻ എപ്പോഴേലും പ്രകടിപ്പിച്ചിരുന്നതാണ്? ചേട്ടൻ എപ്പോഴും അങ്ങനെ പറയും. പക്ഷെ ഞാനത് കാര്യമാക്കാറില്ല. ബിക്കോസ് ചേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് മറ്റേ സ്റ്റുഡൻസ് ഇല്ലേ, സ്റ്റുഡൻസ് അറിയാം, ഞങ്ങൾ പരീക്ഷയ്ക്ക് തോക്കും. നമ്മളൊക്കെ അതാ സ്റ്റുഡൻ്റ് ആണ്. എന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് തോക്കും. എന്നിട്ട് മെയിൻ സീനൊക്കെ വന്നിട്ട് ഒറ്റ ഇതിൽ വന്ന് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് ആദ്യം ഞാൻ ശരിക്കും ചേട്ടൻ ടെൻഷൻ കൊണ്ട്, ചേട്ടൻ എന്താ ടെൻഷൻ അടിക്കുന്നത്, ഇതിന് കുഴപ്പമില്ല, ചേട്ടൻ ക്യാമറ ഉണ്ടെന്ന് ഞാൻ ഇരുന്ന് പറയും. ഒരു 2 ഷോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ എന്നെ പറ്റിക്കുവാണ്. ബിക്കോസ് ഹീ ഈസ് റിയലി ഗുഡ് ആക്ടർ. ലൈക്ക് ഹീ നോസ് എക്സാക്ട്ലി വാട്ട് ടു ഡു. സോ ടെൻഷൻ ഉണ്ടെന്ന് ആളെ പറ്റി കൂടുതൽ ജപിക്കുന്ന ഒരു നായകൻ എപ്പോഴും മറ്റൊരാളെ പറ്റി പറയുമ്പോഴാണല്ലോ അതിനകത്തൊരു ജെനുവിനിറ്റി. അതുകൊണ്ടാണ് ഞാൻ ആളെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചത്. ഇപ്പം നമ്മുടെ സ്വന്തം കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഈ മൂവിയിലേക്കുള്ള കാസ്റ്റിംഗ് എങ്ങനെയാണ്? എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ്. ചേട്ടൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്ത സമയത്ത് ചേട്ടൻ ചെയ്യാനിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടായിരുന്നു. അപ്പോൾ ജീവൻ എന്നുള്ള കഥാപാത്രത്തിൽ ത്രൂ ആണ് ഹോൾ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ബിക്കോസ് ഇതിൽ സോ മച്ച് ഓഫ് ഇമോഷൻസ് ആൻഡ് കുറേ വേരിയേഷൻസ്. ആസ് എൻ ആക്ടർ ഫസ്റ്റ് ഇപ്പം എല്ലാ ആക്ടറിനും എന്താ നല്ലൊരു കഥാപാത്രം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ജീവൻ ഇസ് ലൈക്ക് എന്താ പറയുക, ഒരാളുടെ ബെസ്റ്റ് ഫസ്റ്റ് മൂവിയാണ്. ബിക്കോസ് സോ മെനി ലേയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഹി ക്യാൻ പെർഫോം, കുറേ ഇമോഷൻസ്. ഭയങ്കര അടിപൊളിയാണല്ലോ. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഞാൻ കേൾക്കുന്ന ജീവനെ പറ്റി. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിൽ കായൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, ജീവന്റെ വൈഫായിട്ട് ആക്ട് ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് സ്ക്രിപ്റ്റ് ഒരു ലക്ഷം കൂടി കേൾക്കട്ടെ. ബിക്കോസ് അന്ന് ജീവൻ ത്രൂ ആണ് ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടത്. അപ്പം ഞാൻ കായലിൻ്റെ ക്യാരക്ടർ അത്രയും അന്ന് കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കേട്ടു, അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഈ സിനിമയില് നമ്മുടെ
ജീവൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ മദ്യപിച്ച് വളരെ ബോധമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിനോട് എങ്ങനെയാ കൂടെ കൂടെ നിൽക്കുന്ന ഒരു കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണോ അതോ അതിനെയൊക്കെ? രണ്ടും ഉണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ലെവൽ ഓഫ് പേഷ്യൻസ് ഉണ്ട്. ആൻഡ് എസ്പെഷ്യലി ഒരു മോളും ഉണ്ട് ഇതിലെ ക്യാരക്ടർ. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ എന്താവും എന്നുള്ളതാണ് സംഭവം. അത് പറയാൻ പറ്റുന്നറിയില്ല, ഇതിന്റെ പാർട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് ചില സീനുകൾ വളരെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അതേസമയം ആ ചെയ്തവരോട് നമുക്കൊരു ബഹുമാനവും തോന്നുന്ന സീനുണ്ട്. ഒരു ഡോഗ് വന്നിട്ട് ഞാൻ ട്രെയിലറിലും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അപ്പൊ അതൊക്കെ കുറച്ചധികം നമുക്ക് ശരിക്കും അത് സംഭവിച്ചതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ അതെ, ശരിക്കും ആ ഒരു പട്ടി വന്ന് ചേട്ടൻ നക്കുകയും അതിനുള്ള ഒരു മൂത്രമൊഴിക്കും ഒക്കെ റിയൽ ആണ്. അപ്പൊ അത് അത്യാവശ്യം ചേട്ടൻ ബോൾഡായിട്ട് ചെയ്തൊരു സാധനമാണ്. ബിക്കോസ് ഇത് മാക്സിമം ലൈവ് റിയൽ ആക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഓരോരോ ഇൻസിഡന്റും. അപ്പോൾ ഇത് അറിയുമെന്നറിയില്ല, പക്ഷെ ഈ കഥ ആക്ച്വലി ഡയറക്ടറിന്റെ റിയൽ സ്റ്റോറിയാണ്. ആക്ച്വലി ഡയറക്ടർ വാസ് അഡിക്റ്റഡ് ടു ആൽക്കഹോൾ. ഒരുപാട് വർഷം, ലോങ് പീരീഡ് ഓഫ് ടൈം. എനിക്ക് തോന്നുന്നു ഈ പടം ചെയ്യുന്നതിന് മുന്നേ ഒരു 3-4 ഇയേഴ്സ് പുള്ളി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ പടത്തിലേക്ക് സാർ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ കുറെ കാലത്തിലെ സാറിന്റെ ജീവിതമാണ് കാണിക്കുന്നത്. ശരിക്കും മദ്യപിക്കുന്നവർക്ക് ഒരു എത്രത്തോളം അതിനെ മാറ്റം വരാം, മനസ്സിലൊരു മാറ്റം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഈ മദ്യപാനത്തിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അറിയായിരിക്കും, എസ്പെഷ്യലി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അടിക്കുന്ന ആൾക്കാർക്ക് അത്ര അറിയത്തില്ല അവർ അഡിക്റ്റഡ് ആണെന്നുള്ളത്. അപ്പൊ ഒരു സിനിമ കണ്ടതുകൊണ്ട് അവര് ഇൻസ്പയർഡ് ആവുന്നതോ ചേഞ്ച് ആവോ ഒന്നും എനിക്ക് അറിയത്തില്ല പേഴ്സണലി. അവർക്ക് ഫീൽ ചെയ്യായിരിക്കും, അതായത് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്നൊരു തോന്നൽ വരുത്തിക്കാം. പക്ഷെ ഇത് ഭയങ്കര ഒരു ഡിസീസ് തന്നെയാണ്. അത് മെഡിക്കലി കണ്ട് തന്നെ മാറ്റേണ്ടി വരും. ബിക്കോസ് നമുക്കറിയാവുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ ലൈഫിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. ഇത് ഒരു ടേമോയിലാണ്. അപ്പം അങ്ങനെ ഇത് കണ്ടതുടനെ അവർ മാറുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ ഒരു ചിന്ത ഉണ്ടാവുമായിരിക്കും, ഓ മൈ ഗോഡ്, അറ്റ്ലീസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയാണോ ചെയ്യുന്നത്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ ഇങ്ങനെയാണോ ബുദ്ധിമുട്ടിക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും. ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, അത് ഫൈനാണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇല്ലാത്തുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ എനി അഡിക്ഷൻ ഇസ് നോട്ട് ഗുഡ്. ഇറ്റ്സ് ആൽക്കഹോൾ, ഇറ്റ്സ് സ്മോക്കിംഗ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. എനി അഡിക്ഷൻ ഇസ് നോട്ട് ഗുഡ്. ലഹരി ഇല്ലാത്ത ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ പോലും അതും ഒരു മോശം തന്നെയാണ്. Yeah, so it's personal choice. Some period people are addicted, sometimes they are not. Like അത് എല്ലാവരുടെയും ചോയ്സ് ആണ്. പക്ഷെ അഡിക്ഷൻ ഇസ് എ പ്രോബ്ലം. ബിക്കോസ് അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു. അത് നമ്മുടെ ലൈഫ് ബാധിക്കുന്നു, മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിച്ചു തുടങ്ങുമ്പോൾ ഇറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പൊ ഈ സിനിമ എന്നാണ് റിലീസ് കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം? December 13th റിലീസ്, ഈ വരുന്ന ഫ്രൈഡേ. ഓക്കെ. അപ്പോൾ വലിയൊരു സിനിമയുടെ ഭാഗമായി ഇനി മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്, ഒരു പ്രതീക്ഷ? അതായത് ഒരു നായിക കഥാപാത്രം ചെയ്ത സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള ഒരു കൂടുതൽ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ അതിനു വേണ്ടി അതിന് ട്രൈ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു IPS ഓഫീസറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രതീക്ഷ എന്ന് വെച്ചാൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുക, ഇമോഷണലി എന്താ ഡെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു വിജയമായി മാറട്ടെ. എല്ലാവരും ചർച്ച ചെയ്യുന്ന സമൂഹത്തിൽ ഇപ്പം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഈ സിനിമ വളരട്ടെ. നല്ലൊരു വിജയം അവനവൻ്റെ കരിയറിലും അതുപോലെ ഈ സിനിമയ്ക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.